ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ, പരിശുദ്ധമായ വലിയ നോയമ്പിന്റെ ദിവസങ്ങളിൽ കൂടിയാണല്ലോ നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നോയമ്പിന്റെ ഈ നാളുകൾ പുണ്യങ്ങളുടേതാണ്. നോമ്പിന്റെ പൂർണ്ണത എന്നത് പ്രാർത്ഥനയാണ്. നോമ്പിൽ ഉയരുന്ന പ്രാർത്ഥന സവിശേഷമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ഇമ്പകരമെന്ന് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. നോമ്പിൽ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയുടെ രണ്ടു സവിശേഷ ഇടങ്ങളെ നമുക്ക് ദർശിക്കാവുന്നതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന പ്രവാചകനായ ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. കൊട്ടാരത്തിലെ ആഭ്യന്തര കലഹങ്ങളുടെ അനന്തരഫലമായി ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് അടയ്ക്കപ്പെടുമ്പോൾ സിംഹക്കുഴിയിൽ നിന്ന് ഉയരുന്ന ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പ്രവേശിച്ച് സിംഹങ്ങളുടെ വായ് പൊത്തപ്പെടുവാനും ദാനിയേലിന് രക്ഷ നേടുവാനും സാധിക്കുമ്പോൾ ശത്രുക്കളുടെ പരാജയത്തിനും ഈ പ്രാർത്ഥന കാരണമാകുന്നു. ദൈവ നടത്തിപ്പ് ചക്രവർത്തിക്ക് മനസ്സിലാക്കുവാനും ഇതൊരു ഉപാധിയായി മാറി. നമ്മുടെ നോമ്പിലെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ദൈവത്തെയും ദൈവസ്നേഹത്തെയും തിരിച്ചറിയുന്നതിനുള്ള ഉപകരണമായി മാറണം. പ്രകടനപരമായ പ്രാർത്ഥനയ്ക്കപ്പുറം കണ്ണീരോടും അനുതാപത്തോടുമായിരിക്കണം നോമ്പിന്റെ പ്രാർത്ഥനകൾ. ഹാനന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് മറ്റൊരു ഉദാഹരണം. പ്രതിസന്ധിയിൽ പ്രാർത്ഥന എപ്രകാരം രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നുവെന്ന് ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവൻ പണയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ ഹാനനീയന്മാർ ഒരു സമൂഹത്തെ ആകമാനം യഹോവയുടെ ശക്തി എന്തെന്ന് വെളിപ്പെടുത്തുവാനും തീച്ചൂളയിൽ നിന്ന് സ്വയം രക്ഷ നേടുവാനും സാധിക്കും എന്ന് നമ്മെ പഠിപ്പിച്ചു. അവരുടെ പ്രാർത്ഥന വഴിയായി ജീവനുള്ള യഹോവയുടെ ആരാധകരും വിശ്വാസികളുമായി മാറുവാൻ ഏവർക്കും സാധിച്ചു. നമ്മുടെ പ്രാർത്ഥന എന്നത് ലോകത്തിന്റെ എല്ലാ ആഡംബരങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാകരുത്. മറിച്ച് ദൈവപ്രസാദത്തിനും തലമുറകളുടെ നന്മയ്ക്കും വേണ്ടിയാകണം. സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥന ഈ നോമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് ഏവർക്കും സാധ്യമാകണം. പരീശന്റെ അവകാശവാദ പ്രാർത്ഥനയ്ക്കപ്പുറം ചുങ്കക്കാരന്റെ തിരിച്ചറിവിന്റെ കണ്ണീർ യാചനയുടെ പ്രാർത്ഥന പോലെ നമ്മുടെ പ്രാർത്ഥന ഉയരണം. ഇത്തരം പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവപ്രസാദം നേടുവാൻ ഈ നോമ്പ് നമുക്ക് ഏവർക്കും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.